ഷേക്സ്പിയർ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 2024 ഫെബ്രുവരി 4-ാം തീയതി നടന്ന കഴകം കം വാച്ചർ പാർട്ട് ടൈം തളി എക്സാം അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. അതിൻ്റെ വെരിഫിക്കേഷൻ നടപടികളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുവരെ കടന്നിട്ടില്ല. എങ്കിലും കുറേ ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടികളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട സംശയങ്ങൾ, അതിൻ്റെ മറുപടികൾ എന്നിവയിലേക്ക് കിടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സംശയമെന്ന് പറയുന്നത് ഈ പാർട്ട് ടൈം തളി, അതുപോലെ തന്നെ പാർട്ട് ടൈം കഴകം കം വാച്ചർ എന്ന ജോലികളുടെ സ്വഭാവം എന്താണ്, എന്തൊക്കെ ജോലികളാണ് അതിനകത്ത് വരുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പാർട്ട് ടൈം തളിയുടെ ജോലി എന്താണ്. പാർട്ട് ടൈം തളി ജോലി കിട്ടുന്ന ഒരു വ്യക്തി ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതെന്നാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പാർട്ട് ടൈം പോസ്റ്റുകൾ സാധാരണ രീതിയിൽ മൈനർ ക്ഷേത്രങ്ങൾ, പ്രധാനമായിട്ടും നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൻ്റെയും അതുപോലെ തന്നെ പൂജകൾ നടക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കുന്നു. മേജർ ക്ഷേത്രങ്ങൾ, മൈനർ ക്ഷേത്രങ്ങൾ, PD ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ മേജർ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് 3 നേരവും മൂന്ന് പൂജകളുള്ള ക്ഷേത്രങ്ങളാണ്. അത് വരുമാനത്തിൽ വളരെ മുന്നിലായിരിക്കും. രണ്ടാമത്തത് മൈനർ ക്ഷേത്രങ്ങളാണ്. മേജർ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ ഇച്ചിരി പുറകിലായിരിക്കും. അവിടെ 2 നേരം രാവിലെയും വൈകിട്ടും പൂജ ഉണ്ടാകും, തുറക്കുന്ന അമ്പലങ്ങളായിരിക്കും. എന്നാൽ അതിലും താഴെയായിട്ട്, വരുമാനത്തിൻ്റെ കാര്യത്തിൽ അതിലും താഴെയായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് PD ക്ഷേത്രങ്ങൾ. അത് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രമേ തുറക്കത്തുള്ളൂ, പൂജയുള്ളൂ. അപ്പോൾ ആദ്യം ഈ പാർട്ട് ടൈം പോസ്റ്റുകളിൽ ജോലി കിട്ടുന്ന ആൾക്കാർ മൈനർ ക്ഷേത്രങ്ങളിലാണ് ജോലി ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പാർട്ട് ടൈം തളിയുടെ ജോലി എന്താണ് നോക്കാം. ക്ഷേത്രവും പരിസരവും രാവിലെയും വൈകിട്ടും തൂത്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നതാണ് പ്രധാനമായിട്ടും പാർട്ട് ടൈം തളിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രവും പരിസരവും രാവിലെയും വൈകിട്ടും തൂത്ത് വൃത്തിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ക്ഷേത്രം വകയായ കെട്ടിടങ്ങൾ, അതായത് ക്ഷേത്രത്തിന് സ്വന്തമായിട്ട് ഇപ്പം ചെറിയ മൈനർ ക്ഷേത്രമാണെങ്കിൽ പോലും ചെറിയ ഓഡിറ്റോറിയം കാണാൻ ചിലപ്പോൾ. അപ്പോൾ അതിന് ആ ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് എന്തൊക്കെ കെട്ടിടങ്ങളുണ്ടോ അവയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. അതിനകത്തിപ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ സ്വാഭാവികമായിട്ടും ശുചിമുറികൾ കാണും, കുളിമുറി, കക്കൂസ്, അങ്ങനെയുള്ള ടോയ്ലറ്റ് പോലുള്ള ശുചിമുറികൾ കാണും. അത് വൃത്തിയാക്കുക എന്നത് പറയുന്നതും ഈ പറയുന്ന തളിയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ മാറാലയൊക്കെ വൃത്തിയാക്കി എപ്പോഴും ക്ഷേത്ര പരിസരവും പ്രത്യേകിച്ചും ചുറ്റമ്പലത്തിനുള്ളിലുള്ള ക്ഷേത്ര പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത് തളിയുടെ ജോലിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതുപോലെ ശീവേലി സമയത്ത് ബലിക്കല്ലുകൾ, നമുക്കറിയാം ശീവേലി സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ബലിക്കല്ലുകൾ നമ്മൾ എന്താണ് ഇവിടെ ആ പുഷ്പങ്ങളും അതോടൊപ്പം തന്നെ ആ ചോറും നമ്മളതിനകത്ത് ഇടാറുണ്ട്. അപ്പം അത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് തലയുടെ ഉത്തരവാദിത്തമാണ്. ശീവേലി സമയത്ത് ബലിക്കല്ലുകൾ വൃത്തിയാക്കുക. നമുക്ക് കണ്ടിട്ടുണ്ടോ, നമ്മളിങ്ങനെ തൊഴാൻ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറത്തൂടെ തിരുമേനി ആ ബിംബവും കൊണ്ടിങ്ങനെ പോവുകയും ചെണ്ടമേളങ്ങളും അകമ്പടിയായിട്ട് പോവുകയും ആ ഓരോ ബലിക്കല്ലിലും പൂജയും ആ ചോറും ഇടുകയും ചെയ്യും. അപ്പോൾ അത് വൃത്തിയാക്കുക എന്നത് പറയുന്ന പാർട്ട് ടൈം തളിയുടെ അല്ലെങ്കിൽ തളിയുടെ ജോലിയാണ്. അതുപോലെ തന്നെ വഴിപാട് പാത്രങ്ങൾ കഴുകി സൂക്ഷിക്കുക. അതായത് ഓരോ ദിവസവും വഴിപാട് ഉണ്ടാകും അല്ലേ. അപ്പോൾ ആ വഴിപാട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? തളിയുടെ ഉത്തരവാദിത്തമാണ്. വിശേഷാൽ അത് പ്രത്യേകിച്ചും ഉത്സവ ദിനങ്ങളിൽ നമുക്കറിയാം സാധാരണ രീതിയിൽ രാവിലെയും വൈകിട്ടുമാണ്. അപ്പോൾ ഉത്സവ സമയത്ത് കൂടുതൽ സമയം അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ചിലവഴിക്കേണ്ടി വരും. അപ്പം വിശേഷാൽ ഉത്സവ ദിനങ്ങളിൽ
മുഴുവൻ സമയങ്ങളിൽ നിന്ന് തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജോലികൾ ചെയ്യുക എന്നതുകൂടി ഈ തളിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ക്ഷേത്രം, മൈതാനം, ഉപദേവതാ ക്ഷേത്രങ്ങൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കും. അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല, അതിന് പുറകിൽ, അതായത് അതിൻ്റെ വെളിയിലായിട്ട് മൈതാനം ഉണ്ടാകാം. അവിടെ ഉപദേവതാ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ട് വൃത്തിയാക്കുക. അതൊക്കെ തന്നെ ഈ പറയുന്ന തളിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ പുല്ലൊക്കെ കൃത്യമായിട്ട് വെട്ടി ആക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന തളി. അപ്പോൾ ടോട്ടലായിട്ട് പറയുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിന് ഉള്ളിലുള്ള ക്ഷേത്ര പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് പ്രധാനമായിട്ടും. തൂത്ത് വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. അത് രാവിലെയും വൈകിട്ടും തൂത്ത് വൃത്തിയായി സൂക്ഷിക്കുന്നതാണ് തളിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഴകം വാച്ചർ, നമ്മളിത് വാച്ചർക്കം കഴകം എന്നാണ് നേരെ തിരിച്ച് വായിക്കുക. കഴകം വാച്ചർ എന്ന് പറയുന്ന ജോലിയുടെ സ്വഭാവം നമുക്കറിയാം. ഇതിൽ 2 ജോലികളുണ്ട്. അതായത് ഇതിൽ കഴകം ജോലിയും വാച്ചർ ജോലിയും ഉൾപ്പെടുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പുനർവിന്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വാച്ചർ പോസ്റ്റുകളും കഴകം പോസ്റ്റുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്യാൻസലാക്കുന്നുണ്ട്. അത് വലിയൊരു വിഷയമാണ്, പിന്നീട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ക്യാൻസലാക്കുന്ന വാച്ചർ പോസ്റ്റുകളും കഴകം പോസ്റ്റുകളും ഒരുമിച്ചാക്കി കൊണ്ട് ആദ്യമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കാൻ പോകുന്ന ജോലിയാണ്, അല്ലെങ്കിൽ നിയമിക്കാൻ പോകുന്ന ജോലിയാണ് പാർട്ട് ടൈം കഴകം വാച്ചർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ കഴകം ജോലിയും വരും, വാച്ചർ ജോലിയും വരും. അപ്പം നോക്കാം, ഈ രണ്ടും കൂടെ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവാദിത്തങ്ങൾ. രാവിലെ ക്ഷേത്രം തുറക്കുക, അത് മെയിനായിട്ട് വാച്ചറിൻ്റെ പണിയാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് രാവിലെ ക്ഷേത്രം തുറക്കുക എന്ന് പറയുന്നത് ഈ കഴകം വാച്ചറിൻ്റെ ജോലിയാണ്. കാണിക്ക വഞ്ചികൾ യഥാസ്ഥാനത്ത് വയ്ക്കും. അപ്പം കാണിക്ക വഞ്ചി രാത്രിയാവുന്ന സമയത്ത് കാണിക്ക വഞ്ചികൾ ചിലപ്പം റൂമിൽ ഉണ്ടാകും, അവിടെ ആയിരിക്കും വെക്കും. അപ്പം രാവിലെ ആകുമ്പോൾ അത് കൃത്യമായിട്ട് എടുത്തിട്ട് യഥാസ്ഥാനങ്ങളിൽ വെക്കുക എന്ന് പറയുന്നത് വാച്ചർക്കം കഴകം വാച്ചറിൻ്റെ ജോലിയാണ്. അതുമാത്രമല്ല, കൃത്യമായിട്ട് ആ വഞ്ചികൾ സൂക്ഷിക്കുക എന്നതുകൂടി ഈ കഴകം വാച്ചറിൻ്റെ ജോലിയാണ്. അതുപോലെ തന്നെ രസീതുകൾ എഴുതുക, നമുക്കറിയാം. ഇപ്പം വഴിപാട് രസീതുകൾ എഴുതുക എന്ന് പറയുന്നത് കഴകം വാച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, ആ രസീതിൻ്റെ രജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കുക, ആ പണം, അവിടെ വരുന്ന പണം കൃത്യമായി സൂക്ഷിക്കുക, എണ്ണി തിട്ടപ്പെടുത്തി സൂക്ഷിക്കുക എന്ന് പറയുന്നത് കഴകം വാച്ചർ ജോലിയുടെ പരിധിയിൽ വിടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂക്കൾ, അതുപോലെ തന്നെ സാധനങ്ങൾ എന്നിവ വാങ്ങുക, കൊണ്ടുവരിക എന്നതൊക്കെ പറയുന്നത് കഴകം വാച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. ക്ഷേത്രം മുതൽ സൂക്ഷിക്കുക, അതായത് ക്ഷേത്രത്തിൻ്റെ മുതൽ കൃത്യമായി സൂക്ഷിക്കുക. ക്ഷേത്രത്തിലെ വിളക്കുകളിൽ എണ്ണ ഒഴിക്കുക, വൈകിട്ട് ദീപാരാധന സമയത്തൊക്കെ വിളക്കുകളിൽ എണ്ണ ഒഴിക്കുക, തിരിയിടുക, വിളക്ക് കത്തിക്കുക, ഇവയൊക്കെ കഴകം വാച്ചറിൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. അപ്പം അതുപോലെ തന്നെ കിടമുറ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രധാനമായിട്ടും വാച്ചറിൻ്റെ ഒരു ഉത്തരവാദിത്തം. വാച്ചർ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ മുതലിൻ്റെ കാവൽക്കാരൻ എന്നതാണ് വാച്ചറിൻ്റെ ഉത്തരവാദിത്തം. പ്രത്യേകിച്ചും 1-ാം തീയതി അടക്കം ഉള്ള ദിവസങ്ങളിൽ വാച്ചർ എന്ന് പറയുന്ന ആ പോസ്റ്റിലുള്ള ആൾ രാത്രി അവിടെ ക്ഷേത്രത്തിൽ തന്നെ കിടക്കുക എന്ന് പറയുന്നത് കിടമുറ എന്ന് പറയും. അത് ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കഴകത്തിനും അത് വരാറുണ്ടെങ്കിൽ കൂടുതലും വാച്ചറിനാണ് വരാറുള്ളത്. അപ്പോൾ ഒരു മാസത്തിൽ ഇത്ര നിശ്ചിത ദിവസം, ഒരാഴ്ചയിലും ഇത്ര നിശ്ചിത ദിവസം ആ ക്ഷേത്രത്തിൽ തന്നെ കിടക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ക്ഷേത്ര സ്വത്തും മുതലുമൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ തന്നെ കിടക്കുക എന്ന് പറയുന്നത്, കിടമുറ എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമുണ്ട്. അതപ്പം ഈ പറയുന്ന കഴകം വാച്ചറിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഈ തളിയുടെ കാര്യത്തിലായാലും കഴകം വാച്ചറിൻ്റെ കാര്യമായാലും മറ്റുള്ള ജോലിക്കാർ, അപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം തളിക്കാരൻ വന്നില്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടെ കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത്, അതിപ്പം
കഴകം വാച്ചറിൻ്റെ കാര്യത്തിലായാലും തളിക്കാരൻ്റെ കാര്യത്തിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആളില്ലെങ്കിൽ അതും കൂടെ ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ പലരുടെയും ചോദ്യം പാർട്ട് ടൈം ജോലിയെന്ന് ഫുൾ ടൈം ആകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമുക്കറിയാം, ഇതൊരു പാർട്ട് ടൈം ജോലിയാണ്. പാർട്ട് ടൈം ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഈ മൈനർ ക്ഷേത്രങ്ങളിലാണ് ആദ്യം നമുക്ക് ജോലി കിട്ടുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് പാർട്ട് ടൈം ജോലി. പക്ഷേ പാർട്ട് ടൈം ജോലി എന്ന് പറഞ്ഞത് കൊണ്ട് ജോലി കുറവാണ് എന്നൊരു ചിന്ത വേണ്ടതില്ല. അത്യാവശ്യം നല്ല ജോലി ഉണ്ടാവും. ഇനി ഫുൾ ടൈം ആകുക എങ്ങനെ, എപ്പോഴാണ് ഫുൾ ടൈം ആകുക? 2 വർഷം, അതായത് സാധാരണ രീതിയിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ പ്രൊബേഷൻ കഴിഞ്ഞാലാണ് ഈ പറയുന്ന പാർട്ട് ടൈം ജോലി എന്നത് ഫുൾ ടൈം. അത് മിനിമം ഒരു 2 വർഷമെങ്കിലും എടുക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കാലയളവാണ്. അപ്പോൾ 2 വർഷമെങ്കിലും കഴിഞ്ഞാണെങ്കിൽ ഈ പറയുന്ന ഫുൾ ടൈം മാത്രം. അപ്പോൾ 1 വർഷം കഴിഞ്ഞാലേ സർവീസ് ബുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതും കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാവുന്ന സമയത്ത് പ്രത്യേകിച്ചും നമുക്കത് യൂണിയൻ എന്ന് പറയുന്ന ബന്ധം, രാഷ്ട്രീയ സ്വാധീനം, യൂണിയൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തോട് ഉണ്ട് എന്ന് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 2 വർഷമൊക്കെ ആവുന്ന സമയത്ത്, പൂർത്തിയാവുന്ന സമയത്ത് നമുക്ക് ഫുൾ ടൈം ആകാൻ കഴിയുമെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വർഷം കൊണ്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊബേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊബേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 വർഷമാണെങ്കിൽ ടൈം എടുക്കും. 2 വർഷം കൊണ്ട് ഇത് ഫുൾ ടൈം ആകും. ഈ സാധാരണ ഈ ശമ്പളം ചോദിച്ചിരിക്കുന്നു പലരും. ശമ്പളം നമുക്കറിയാം 11,500 രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം. അതിൻ്റെ കൂടെ 9% DA ഉണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ടോട്ടൽ ഏകദേശം ഒരു 14,000 രൂപയാണ്, 13-14 രൂപയാണ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പം പിന്നെ ചില ആൾക്കാർ ദക്ഷിണ കിട്ടും. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ മൈനർ ക്ഷേത്രങ്ങളിലാണ് ജോലി കിട്ടുക. അവിടെയൊക്കെ വിശേഷാൽ പൂജകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ക്ഷേത്രങ്ങളിലെ പൂജകൾ, വിശേഷാൽ പൂജകൾ, ഉത്സവങ്ങൾ എന്നിവയൊക്കെ അവിടെയുള്ള തിരക്ക്, ആൾക്കാർ വരുന്ന, സാധാരണ രീതിയിൽ ഒരുപാട് ആൾക്കാർ സന്ദർശനം നടത്തുന്ന ക്ഷേത്രമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇരിക്കുകയാണ് ഈ പറയുന്ന ദക്ഷിണ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ടോട്ടലായിട്ട് 11,500 രൂപ ബേസ്, അതിൻ്റെ 9% DA ആണ്. അപ്പോൾ ടോട്ടലായിട്ട് ഏകദേശം ഒരു 13-14,000 രൂപയാണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഇത് ഗ്രേഡ്, അതായത് ഇത് ഗ്രേഡ് അനുസരിച്ച്, ഗ്രേഡ് കൂടുന്തോറും ഇതിനകത്ത് വ്യത്യാസം വരാം. ഗ്രേഡ് കൂടുന്നതനുസരിച്ച് കൂടാം. പക്ഷേ ബേസിക് സാലറി എന്ന് പറയുന്നത് 11,500 ആണ്, പ്ലസ് 9% DA ആണ്. അപ്പോൾ ടോട്ടലായിട്ടൊരു 13-14 ആണ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ദക്ഷിണയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ജോലി സ്ഥിരമാണ്. അപ്പോൾ പാർട്ട് ടൈം എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും സംശയമാണ്, ജോലി സ്ഥിരമാണോ? തീർച്ചയായിട്ടും സ്ഥിരമായ ജോലിയാണ്. പക്ഷേ അത് പാർട്ട് ടൈം ആണെന്നേ ഉള്ളൂ. പേര് പാർട്ട് ടൈം എന്നാണ്. അപ്പോൾ സ്ഥിരമായ ജോലി തന്നെയാണത്. മറ്റൊരു ചോദ്യം, പ്രമോഷൻ കിട്ടുമെന്നാണ്. ആക്ച്വലി ഇവിടെ മനസ്സിലായത് ഫുൾ ടൈം, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ആയി കഴിഞ്ഞു ഫുൾ ടൈം ആയതിനു ശേഷം സീനിയോറിറ്റി അനുസരിച്ചാണ് ഈ പ്രൊമോഷൻ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം മറ്റൊരു കാര്യം, ഈ പാർട്ട് ടൈം തളി ഫുൾ ടൈം ആകുമ്പോൾ ഏത് പോസ്റ്റ് ആകും? ഫുൾ ടൈം തളിയായി മാറും. പാർട്ട് ടൈം കഴകം വാച്ചർ ഫുൾ ടൈം ആകുമ്പോൾ ഫുൾ ടൈം കഴകം വാച്ചറാവും. പിന്നെ അവിടെ നിന്ന് സീനിയോറിറ്റി അനുസരിച്ചാണ് പ്രൊമോഷൻ കിട്ടുക എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ചോദ്യമാണ്, അപ്പോൾ ഉദാഹരണത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ജോലി കയറിയിട്ട് മറ്റുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് മാറാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റത്തില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിൽ ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ നിലവിൽ പറ്റത്തുള്ളൂ. ഭാവിയിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവുമെന്നറിയില്ല. നിലവിൽ ഏത് ദേവസ്വത്തിലാണോ അതിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ മാത്രമേ മാറാൻ പറ്റൂ. അല്ലാതെ ഒരു ഇൻ്റർചേഞ്ച് ഒരു ദേവസ്വത്തിൽ നിന്ന് മറ്റൊരു ദേവസ്വത്തിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ. ഇനി മറ്റൊരു ചോദ്യമാണ്, താമസം ഭക്ഷണം എന്നിവ ഉണ്ടാകുമോ? സാധാരണ രീതിയിൽ ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ മൈനർ ക്ഷേത്രങ്ങളാണ് ജോലി കിട്ടുക. അപ്പം ദേവസ്വത്തിൻ്റെ വകയായിട്ട് നമുക്ക് താമസ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് കിടമുറ ഉള്ളത് കൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലെ ഓഫീസിൽ, സാധാരണ ഓഫീസിലാണ് കിടമുറ ഉള്ളതുകൊണ്ട് ഓഫീസിൽ കേടാക്കാം. പക്ഷേ ഭക്ഷണം നമ്മുടെ ഇപ്പം അവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും സപ്താഹം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടും. അല്ലാതെയുള്ള ദേവസ്വത്തിൻ്റെ വകയായിട്ട് ഒരു താമസ സൗകര്യം അല്ലെങ്കിൽ ഭക്ഷണവും ഉണ്ടാവില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള പലയിടത്തും ഇത്തരം സൗകര്യം ഇല്ലാത്തടത്ത്
ഓഫീസിൽ കിടന്നുറങ്ങിയാണ് രാവിലെ ആകുമ്പോൾ തൊട്ടയലത്തെ വീട്ടിലേക്ക് നമ്മുടെ സംസാരിച്ച് അവരുടെ ഒരു അനുവാദത്തോടു കൂടി അവിടെ പോയി ശുചിയായിട്ട് വന്ന് ജോലി ചെയ്യുക എന്നതാണ് സാധാരണ രീതിയിൽ. ഭക്ഷണം പറഞ്ഞ ഈ പറയുന്ന സപ്താഹം ഒക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ഭക്ഷണം കിട്ടുക, അല്ലാതെ ദേവസ്വത്തിൻ്റെ വക ഭക്ഷണം കിട്ടുമെന്ന് വിചാരിക്കേണ്ട. താമസം അങ്ങനെ തന്നെയാണ്. ഓഫീസ് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം. എന്നാൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് മനൽ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് കാര്യമെന്ന് പറയുന്നത്. അവധി കിട്ടുമെന്നാണ് ചോദിച്ചിരുന്നത്. മറ്റൊരു ചോദ്യം അവധി കിട്ടുമോ? സാധാരണ രീതിയിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് KSR റൂൾ, കേരള സർവീസ് റൂൾ പ്രകാരമുള്ള ജോലിയാണ് നമ്മൾ. അപ്പം മറ്റുള്ള ഗുരുവായൂർ ദേവസ്വം ആയിക്കോട്ടെ മറ്റ് ദേവസ്വമായിക്കോട്ടെ അവിടെയൊന്നും KSR റൂളില്ല, കേരള സർവീസ് റൂൾ പ്രകാരമുള്ള ജോലിയല്ല. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് KSR കേരള സർവീസ് റൂൾ പ്രകാരമുള്ള ജോലിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു എന്താ പറയുന്നത് കേരള സർവീസ് റൂൾ പ്രകാരം ജോലി ചെയ്യുന്ന ഏതൊരാൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. കാഷ്വൽ മെഡിക്കൽ ലീവുകളും ഉണ്ടാവും. അത് മാത്രമല്ലാതെ ദേവസ്വം ബോർഡിൽ മാത്രമുള്ള വാലായ്മ എന്ന് പറയും. അതായത് ഈ ക്ഷേത്ര ജീവനക്കാരുടെ ആരെങ്കിലും അടുത്ത ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ഒരു നിശ്ചിത അവധി ദേവസ്വം ബോർഡ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ വാലായ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവധികൾ കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, കാഷ്വൽ ലീവായാലും മെഡിക്കൽ ലീവായാലും നമ്മൾ തന്നെ പകരക്കാരെ വെക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ട്. നമ്മൾ തന്നെയാണ് പകരക്കാരെ വെക്കേണ്ടത്, നമ്മൾ തന്നെയാണ് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. അപ്പം നമുക്കൊരു 250 രൂപ ഡെയിലി ശമ്പളമെങ്കിൽ അവർക്കൊരു മിനിമം ഒരു 300 രൂപയെങ്കിലും കൊടുക്കണം എന്നതാണ് രീതി. അപ്പം ക്യാഷ് ലീവും മെഡിക്കൽ ലീവും ഈ പറയുന്ന ലീവും ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് പകരക്കാരെ വാലായ്മയും ഉണ്ട്. പക്ഷെ അതിന് പകരക്കാരെ വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിന് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പൊതുവെ പലരും ചോദിക്കുന്നത് എന്തൊക്കെ പോസിറ്റീവാണ് നമ്മൾ ഈ ജോലിയിൽ പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ നെഗറ്റീവുകളുണ്ടെന്നാണ്. അപ്പം നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. പോസിറ്റീവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ള ദേവസ്വത്തെ അപേക്ഷിച്ച് ഞാൻ പറഞ്ഞ പോലെ KSR റൂൾ പ്രകാരമുള്ള ഒരു ജോലിയാണിത്, അല്ലേ? KSR റൂൾ കേരള സർവീസ് റൂൾ പ്രകാരമുള്ള ഒരു ജോലിയാണ്. പിന്നെ നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒക്കെ അറിയാലോ, നമുക്ക് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 4 മണിക്ക് മിനിമം ഒരു 5 മണിക്കെങ്കിലും നമുക്ക് ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞൊരു 10 മണി അല്ലെങ്കിൽ 9, 10, 11 ഓരോ ക്ഷേത്രത്തിലെ പ്രത്യേകത പോലെ ഇരിക്കും. അപ്പോൾ 9 മണിക്ക് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്, 10 മണിക്ക് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്, 11 മണിക്ക് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ 11 മണിയാകുമ്പോൾ നമ്മുടെ ജോലി കഴിയും. അപ്പോൾ തളിയാണെങ്കിൽ നിങ്ങൾ രാവിലെ വന്നിട്ട് ഈ പൂജകളെല്ലാം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് അവിടെ വരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ രാവിലെ ആ പണിയും കൂടി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ ഇനി വൈകിട്ട് വന്നാൽ പോലും വൈകിട്ട് 5 മണിയാണ് വരേണ്ടത്. 5 മണി തൊട്ട് ഈ പറയുന്ന 7, 8 അപ്പോൾ അത് ഓരോ ക്ഷേത്രങ്ങളിൽ വരും. അപ്പോൾ 5 മണിക്ക് ക്ഷേത്രത്തിൽ വരിക, 7 മണിക്ക് 8 മണി, അത് ഓരോ ക്ഷേത്രങ്ങളുടെ പോലെ ഇരിക്കും ടൈം. ആ സമയം വരെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ 11 മണിക്ക് അല്ലെങ്കിൽ 10 മണി അല്ലെങ്കിൽ 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയുള്ള ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ വേറെ ടെസ്റ്റിന് പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റും. മറ്റുള്ള ആ സമയത്ത് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ളതൊക്കെ വളരെ പോസിറ്റീവായ കാര്യമാണ്. അപ്പം ആ ടൈമിങ്, കാരണം നമുക്ക് ബാക്കിയുള്ളവരെ പോലെ ഒരുപാട് മണിക്കൂറില്ല. രാവിലെ ഒരു 5 മണി തൊട്ട് 10 മണി അല്ലെങ്കിൽ 9 മണി, 10, 11 ഓരോ ക്ഷേത്രങ്ങളുടെ തിരക്കും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. വൈകിട്ട് 5 മണി മുതൽ അല്ലെങ്കിൽ 4:30, 5 മണി മുതൽ 7, 8 മണി വരെയൊക്കെ, ചിലപ്പോൾ 7 മണിയാവും, ചില ക്ഷേത്രങ്ങളിൽ 8 മണിയാകും. അപ്പോൾ ആ സമയം വരെ ഉള്ളൂ, ബാക്കി സമയം നിങ്ങൾക്ക് പോകും. അപ്പം ഇതിൻ്റെ ഇടയിൽ 10 മണി മുതൽ അല്ലെങ്കിൽ 11 മണി മുതൽ 5 മണി വരെയുള്ള സമയം അത് വലിയൊരു പോസിറ്റീവാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കാൻ സൗകര്യമുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഈ KSR റൂൾ ഒരു പോസിറ്റീവാണ്. പിന്നെ ഈ ടൈമിങ് ഒരു പോസിറ്റീവാണ്. പിന്നെ ഉള്ള പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം, പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ഇതൊരു ജോലിയാണ്, ഒരു ഗവൺമെൻറ് ജോലിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ്
കേരള ഗവൺമെൻറ്റിന് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ അതെല്ലാ ആനുകൂല്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജോലിക്കാർക്ക് കിട്ടും. കാരണം KSR റൂൾ പ്രകാരമുള്ള ഒരു ജോലി ആയതുകൊണ്ടാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം ദേവസ്വം ബോർഡ് തന്നെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പം ഗവൺമെൻറ് എംപ്ലോയീസിന് മെഡിസപ്പ് പോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ജോലിക്കാർക്ക് മെഡിസപ്പ് പോലെ തന്നെ ഇൻഷുറൻസ് ഉണ്ട്. പ്രത്യേക ക്യാൻസർ ചികിത്സയ്ക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് ഉണ്ട്, അല്ലാതെ പൊതുവായ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ പ്രത്യേകമായ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പം വരുമാനം കുറഞ്ഞു വരുന്ന സമയത്ത് പലപ്പോഴും ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ചില സമയങ്ങളിൽ പോലും. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുമാനമുള്ളൊരു ദേവസ്വം ബോർഡാണ്. ശബരിമല അടക്കമുള്ള വലിയ ക്ഷേത്രങ്ങളുടെ വരുമാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇതുവരെയായിട്ട് ഇടയ്ക്ക് കൊറോണ സമയത്ത് അല്ലെങ്കിൽ പ്രളയ സമയത്തൊക്കെ ചില സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിൽ പോലും പൊതുവെ ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടും. ശമ്പളം, പെൻഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി കിട്ടുന്ന ഒരു ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും വലിയ ഡിലേ ഒന്നുമില്ല, കൃത്യമായിട്ട് ശമ്പളം കിട്ടും. അക്കാര്യത്തിലൊന്നും പേടിക്കേണ്ട. അപ്പോൾ അതൊക്കെ പോസിറ്റീവാണ്. ഇനി നെഗറ്റീവിലേക്ക് വരുന്ന സമയത്ത് നെഗറ്റീവ് നമുക്കറിയാം, ഇതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 11,500 11,500. പിന്നെ 9% DA ആണ്. ഇത് ഏകദേശം ഒരു 13,000-14,000 രൂപയാണ് വരുന്നത്. ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് വടക്കൻ ജില്ലക്കാർ, അത് കാസർഗോഡ് മുതലുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യട്ടെ. ഇതിൻ്റെ പ്രധാനമായിട്ടെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ വരെ ഈ ദേവസ്വം ബോർഡ്, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ ഉണ്ട്. ഇത് കൂടുതലും ഈ പറയുന്ന തെക്കൻ ജില്ല, അതായത് തെക്കൻ കേരളത്തിലാണ് കൂടുതലെങ്കിലും തൃശ്ശൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ വരെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് വടക്കൻ ജില്ലകളിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന തെക്കൻ ജില്ലകളിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫുഡ്, അക്കോമഡേഷൻ, അതുപോലെ യാത്രാ ചെലവ്, ഇതൊക്കെ കഴിഞ്ഞ് എത്ര രൂപ മിച്ചം പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ വലിയൊരു നെഗറ്റീവാണ്. കാരണം 2 വർഷം ആകണം, മിനിമം 2 വർഷമെങ്കിലും ആകണം ഫുൾ ടൈം ആകും. അപ്പോൾ ഫുൾ ടൈം ആകുന്നത് വരെ ഈ തുച്ഛമായ ഒരു ശമ്പളത്തിൽ ഇത്രയും കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത്രയും ദൂരം സഞ്ചരിക്കാനുണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ ചിലവുണ്ട്. അപ്പം അതൊരു വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ഇത്ര 2 വർഷം ഫുൾ ടൈം ആകുന്നത് വരെ ഇത് പിടിച്ചു നിൽക്കുക, ഈ ഒരു കുറഞ്ഞ ശമ്പളത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതൊരു വളരെ നെഗറ്റീവ് ഒരു കാര്യമാണ്. പക്ഷേ അത് നമുക്കറിയാം, ഇപ്പോൾ ഇപ്പം ചെറിയൊരു ജോലിക്കാണെങ്കിൽ പോലും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ആണ് എന്ത് ജോലി കിട്ടിയാലും പോകാനൊരു തയ്യാറെടുപ്പിലാണ്, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരടക്കം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവാണ്. എന്നാൽ ഏത് ജോലിയും തയ്യാറായി ചെയ്യാൻ, ഗവൺമെൻറ് ജോലിയാണല്ലോ. അപ്പോൾ എന്തൊക്കെയായാലും ഏത് പാർട്ട് ടൈം ആയാലും ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലി ഏത് ജോലിയായാലും എനിക്ക് മതിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നെഗറ്റീവ് അല്ലെങ്കിലും പോസിറ്റീവാണെങ്കിലും ഈ ഒരു തുച്ഛമായ ശമ്പളത്തിൽ 2 വർഷത്തോളം ഇത്രയും ദൂരം വന്ന് താമസിക്കുക, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ തെക്കൻ ജില്ലക്കാർക്ക് അവരുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളാണ് കിട്ടുന്നതെങ്കിൽ അവരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവർക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അവർക്ക് ലാഭം എന്ന് പറയുന്നത്. ദൂരമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് വീടിനടുത്തല്ല കിട്ടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ബോർഡാണ്, ദേവസ്വം ബോർഡ് ഒരു ബോർഡാണ്. നമുക്ക് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് അല്ല, നമുക്ക് അതിന് പ്രത്യേക ഫണ്ടുണ്ട്, ഗവൺമെൻറ് ഫണ്ടുണ്ട്, അതിൽ നിന്നാണ്. പക്ഷേ ഇത് ബോർഡാണ് ശമ്പളം കൂടെ. അപ്പോൾ ഇതെന്തൊക്കെ പറഞ്ഞൊരു ബോർഡാണ്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. നെഗറ്റീവാണെന്ന് വെച്ചാൽ നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. എന്നാൽ പോസിറ്റീവാണെന്ന് വെച്ചാൽ പോസിറ്റീവാണ്. കാരണം നമുക്ക് ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഞെരുക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോർഡിനെ ബാധിക്കില്ല, നേരെ തിരിച്ച്. അപ്പം അതൊരു കാര്യമാണ്, അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നെഗറ്റീവ് പറയുന്നത് ഇതാണ്, ഈ ഒരു 2 വർഷത്തോളം ഫുൾ ടൈം ആകുന്നവരെ ഈ ഒരു തുച്ഛമായ ശമ്പളത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് തന്നെയാണ്, പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിലുള്ള ആൾക്കാരെ സംബന്ധിച്ച്.
പിന്നെ നമുക്ക് നമ്മൾ പകരക്കാരെ നിർത്തണം, ലീവ് എടുക്കാം, പക്ഷെ നമ്മൾ തന്നെ പകരക്കാരെ നിർത്തണം, നമ്മൾ തന്നെ ശമ്പളം കൊടുക്കണം. അപ്പം അത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ചെറിയൊരു ജോലിക്കാണെങ്കിൽ ഒരു പകരക്കാരൻ നിർത്തുന്ന സമയത്ത് നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് ഈ പറയുന്ന കഴകം വാച്ചർ പാർട്ട് ടൈം തളി എന്ന് പറയുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് സംശയങ്ങൾ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മളിനി മറ്റു ചില ആൾക്കാർ EWSൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതിൻ്റെ ഫോം, പിന്നെ മറ്റുള്ള ഫോമുകൾ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.